ദൈവത്തിന് സ്തുതി. തൃശൂർ അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത, CBCIയുടെ മുൻ ഉപാധ്യക്ഷൻ, KCBCയുടെ അധ്യക്ഷൻ, വിഖ്യാതനായ കാനോൺ ലോ വിദഗ്ധൻ, ഇതൊക്കെയാണ് അഭിവന്യ മാർ ആൻഡ്രൂസ് താഴത്തെ പിതാവ്. തൃശ്ശൂരിലെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ക്രൈസ്തവ സമൂഹം ഒറ്റക്കെട്ടാണ് എന്ന്, രൂപതാധ്യക്ഷനോടുകൂടി ഒറ്റക്കെട്ടാണ് എന്ന് ശക്തമായി പ്രകടിപ്പിച്ച നിങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇവിടുത്തെ യുവജനങ്ങൾക്ക്, ഇവിടുത്തെ അൽമായ നേതാക്കൾക്ക്, വൈദികർക്ക്, സന്യസ്തർക്ക്, വികാരിയച്ചന്മാർക്ക് വ്യക്തിപരമായ രീതിയിൽ അതിരൂപതയുടെ പേരിൽ നന്ദി പറയാനാണ് ഞാൻ ആദ്യമേ തന്നെ ആഗ്രഹിക്കുന്നത്. ഞാൻ അഭിമാനിക്കുകയാണ്. തൃശ്ശൂരിലെ ജനത, തൃശ്ശൂരിലെ വിശ്വാസ ജനത ഒറ്റക്കെട്ടാണെന്ന് കാണേണ്ടവർ കണ്ടോട്ടെ എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് തൃശൂർ അതിരൂപതയുടെ മെത്രാസന മന്ദിരത്തിലാണ്. ദൈവകൃപയുടെ കൂടാരം എന്ന് വിശേഷിപ്പിക്കാവുന്ന മെത്രാസന മന്ദിരം. ഇവിടെ സന്നിഹിതനായിട്ടുള്ള മാർ ആൻഡ്രൂസ് താഴത്തെ പിതാവ് തൻ്റെ കഠിനാധ്വാനം വഴിയാണ് എല്ലാ മേഖലകളിലും മികവ് തെളിയിക്കുവാൻ സാധിച്ചിട്ടുള്ളത്. ആഴമേറിയ ആത്മീയത, ചിട്ടയായ ജീവിതചര്യ, പരന്ന വായനയും പഠനവും, ദൈവം ദാനമായി നൽകിയിട്ടുള്ള ദീർഘദർശനവും ഓർമ്മശക്തിയും, ഇങ്ങനെ പലതും പിതാവിനെ കുറിച്ച് പറയുവാൻ സാധിക്കും. എന്നാൽ അദ്ദേഹം ഞങ്ങൾ ഉറങ്ങിയതിന് ശേഷം ഉറങ്ങുന്ന, ഞങ്ങൾ ഉണരുന്നതിന് മുന്നേ ഉണരുന്ന ഞങ്ങളുടെ അപ്പനാണ്. 4.5 ലക്ഷം വരുന്ന തൻ്റെ അജഗണത്തിന് മാത്രമല്ല, തൃശ്ശൂർക്കാർക്ക് മുഴുവനും ഇന്നും നാളെയും യാതൊരു പോറലും ഏൽക്കരുത് എന്ന് തീവ്രമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി യത്നിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ നല്ല അപ്പൻ. പിതാവ് കടന്നു വന്നിട്ടുള്ള ദൈവവിളിയുടെ വഴികളിൽ കണ്ടുമുട്ടിയിട്ടുള്ള വ്യക്തികൾ, ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, വെല്ലുവിളികൾ എല്ലാം നമ്മൾ ചർച്ച ചെയ്യുകയാണ്. പിതാവെ, ദൈവവിളി എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. പിതാവ്, കുട്ടികൾ പിതാവിനോട് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പിതാവ് വൈദികനായില്ലെങ്കിൽ മറ്റെന്താകുമായിരുന്നു എന്ന്. പിതാവിൻ്റെ ഉത്തരവും എനിക്ക് ഓർമ്മയുണ്ട്. പിതാവിന് മറ്റൊരു ചിന്ത ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. എങ്ങനെയാണ് പിതാവിൻ്റെ വിളി വൈദികനാകലാണ് എന്നുള്ളത് പിതാവിന് ചെറുപ്പത്തിൽ തന്നെ തോന്നിയത് എന്നറിയാൻ ആഗ്രഹമുണ്ട്. ഈ ചോദ്യം വളരെ രസകരമാണ്. ഇതിൻ്റെ ഉത്തരം കിട്ടണമെങ്കിൽ എന്താണ് ദൈവവിളി, എങ്ങനെയാണ് ഒരാൾ പുരോഹിതനാകുന്നത് എന്ന് സഭയുടെ ദൈവശാസ്ത്രം, സഭയുടെ ദർശനം പറയണം. ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 29:11 കാണുന്നത് പോലെ ദൈവത്തിന് എല്ലാ വ്യക്തികളെക്കുറിച്ചും പദ്ധതിയുണ്ട്. ജെറമ്യ പ്രവാചകൻ പറയുന്നത് പോലെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ, നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. അതുകൊണ്ടാണ് ഐസയ്യാ പ്രവാചകൻ പറയുന്ന 42-ാം അധ്യായത്തിൽ, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. ചുരുക്കത്തിൽ ദൈവം സൃഷ്ടിച്ച എല്ലാ മനുഷ്യരെക്കുറിച്ചും ദൈവത്തിന് പദ്ധതിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ഛായയിൽ ആത്മാവോട് കൂടി സൃഷ്ടിക്കപ്പെട്ട എന്നെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ഞാൻ വൈദികനാകുമായിരുന്നോ ഇല്ലയോ, അല്ലെങ്കിൽ വേറെ ഏത് അവസ്ഥയിലായിരിക്കുമെന്ന് ചോദിച്ചാൽ, എൻ്റെ ദർശനം അനുസരിച്ച് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി വൈദികനാകലാണ്. അത് തിരിച്ചറിഞ്ഞിട്ട് എനിക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അതിൻ്റെ ചോദ്യം. എനിക്ക് വേറെ അവസ്ഥയിലേക്ക് പോകാൻ പറ്റുമോ? ആ തിരിച്ചറിവിൽ പിതാവിന് ഇപ്പൊ ഗബ്രിയേൽ ദൂതനെ പോലെ ആരെങ്കിലും ഒക്കെ സഹായിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഗബ്രിയേൽ ദൂതന്മാരെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇഷ്ടംപോലെയുണ്ട്.
ആദത്തിന് ഹവ്വയ്ക്കുള്ള പദ്ധതിക്ക് അവരെന്താ ചെയ്തത്? ദൈവിക പദ്ധതിയുടെ മുമ്പിൽ നോ എന്ന് പറഞ്ഞു. 12 ശിഷ്യന്മാരിൽ യൂദാസിൻ്റെ ദൈവിക പദ്ധതിയിൽ വിളിച്ചത് ശരിയായിരുന്നു അല്ലയോ? ആയിരുന്നു. ദൈവിക പദ്ധതിയും യൂദാസിൻ്റെ ദൈവവിളിയും 100% ശരിയാണ്. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിയുടെ മുമ്പിൽ നോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയുടെ മുമ്പിൽ നോ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് വല്ല ബാസ്കറ്റ്ബോൾ കളിക്കാരനോ അല്ലെങ്കിൽ വേറെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞത് അന്ന് ഈ ടൈപ്പ് റൈറ്റിങ്ങും ഷോർട്ട് ഹാൻഡും പഠിക്കലാണ്. എൻ്റെ ചേട്ടൻ അതാ പഠിച്ചത്. അത് വേണമെങ്കിൽ ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് പഠിക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ എനിക്കങ്ങനെ പോകാമായിരുന്നു. അപ്പോൾ എനിക്ക് വേറെ രീതിയിലേക്ക് പോകാം. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി ഞാൻ തിരിച്ചറിയുമ്പോഴാണ് ദൈവവിളി സ്വീകരണം. അപ്പോൾ ഈ ചോദ്യം ഇതാണ്, എനിക്ക് ദൈവവിളി സ്വീകരണത്തിന് നിമിത്തമായ ഗബ്രിയേൽമാർ ആരാണെന്നുള്ളത്. അതല്ലേ ചോദ്യം? അതെ അതെ. ആ ഗബ്രിയേൽമാർ പലതരത്തിലാണ് ഇന്ന് വരുന്നത്. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഗബ്രിയേൽമാർ പലതരത്തിൽ വരുന്നുണ്ട്. മറിയത്തിന് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു, യൗസേപ്പിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എനിക്ക് എൻ്റെ വീടിൻ്റെ സാഹചര്യം പറയണം, ദൈവവിളിയെക്കുറിച്ച് പറയാൻ. തീർച്ചയായും. ഞാൻ പുതുക്കാട് ഇടവക്കാരനാണ്. പള്ളിയിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ അകലെ കുറുമാലി പുഴയ്ക്ക് അപ്പുറത്ത് ഏകദേശം പള്ളിയുടെ ഏറ്റവും അകലെയുള്ള ഒരു പുഴയുടെ തീരത്ത് പാടത്തോടെ നടന്ന് ഒരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ച വ്യക്തിയാണ്. എൻ്റെ അപ്പൻ 2 കെട്ട് കെട്ടിയിട്ടുണ്ട്. അതിൽ 2ാമത്തെ കെട്ടിലുള്ളവനാണ്. മൂത്ത കെട്ടിൽ ഒരാളുണ്ട്. അതിൽ 5 ആൺമക്കളാണ് ഞങ്ങളുള്ളത്, 2 പെൺമക്കളും. പെൺമക്കളൊക്കെ എൻ്റെ താഴെയാണ്. ഞാൻ ഏറ്റവും താഴെയുള്ള ആൺകുട്ടിയാണ്. അപ്പച്ചൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഒരു പെൺകുട്ടിയെ കിട്ടണം, പെൺകുട്ടിയെ കിട്ടണം. വന്നിട്ടും വന്നത് ഞാൻ ആൺകുട്ടിയായിട്ടാണ്, 5ാമത്തെ ആൾ. പിന്നെ 2 പേര് പെങ്ങന്മാരുണ്ടായി. അങ്ങനെയുള്ളൊരു സാധാരണ വീട്, പള്ളിയിൽ നിന്ന് അത്യാവശ്യം അകലെ. വേറെ ഞങ്ങളുടെ കുടുംബത്തിന് കാര്യം ചില ഒരു ഔസേപ്പ് മാസ്റ്ററെ പോലെയുള്ള ചിലരൊക്കെ വലിയ തറവാട്ട് മതിമ പറയുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ വീട്ടിലെ സാഹചര്യത്തിൽ ഈ വലിയ മഹിമയും കുടുംബ പാരമ്പര്യമൊന്നും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ വീട്ടിൽ ആരും അച്ഛന്മാരും ഇല്ല, കന്യാസ്ത്രീകളും ഇല്ല. ഇപ്പോൾ ഒരു കന്യാസ്ത്രീ ഉണ്ട്. ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് വളർന്നത്. പക്ഷേ ചെറുപ്പം മുതലേ അമ്മയോട് കൂടെ പള്ളിയിൽ പോകുമായിരുന്നു. ആദ്യത്തെ സെമിനാരി അമ്മയുടെ ഉദരമാണ്. ആദ്യത്തെ സെമിനാരി റെക്ടർ അപ്പനാണ്. ഞാൻ ഇന്നും അത് വിശ്വസിക്കുന്നു. എല്ലാ പൗരോഹിത്യ വിളിയെക്കുറിച്ചും കുടുംബ വിളിയെക്കുറിച്ചും ഞാൻ വിശ്വസിക്കുന്നത് അമ്മയും അപ്പനും തന്നെയാണ്. സെമിനാരി റെക്ടറും സെമിനാരിയുടെ ഫാദർ പ്രീഫെക്റ്റ് എന്ന് പറഞ്ഞാൽ 2 പേരാണ്. അതുകൊണ്ട് അമ്മയുടെ ഉദരം തന്നെയാണ് എൻ്റെ ആദ്യത്തെ ദൈവവിളി. പള്ളിയിലേക്ക് പോകുമായിരുന്നു. താമസിയാതെ പള്ളിയിൽ ഏറ്റവും അകലേന്ന് വരുന്ന കുർബാനയ്ക്ക് കൂടുന്ന കുട്ടിയായി. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഓൾട്ടർ ബോയ് ആയി. എന്ന് പറഞ്ഞാൽ അന്ന് സുറിയാനി കുർബാനയാണ്. ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞ ഉടനെ അന്ന് ഒരു പ്രഗത്ഭനായ ജേക്കബ് ചൊവ്വല്ലൂരച്ഛനും ജോസ് അക്കരക്കാരൻ അച്ഛനുമാണ് പുതുക്കാട്. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞപ്പോൾ പിന്നെ സ്ഥൈര്യലേപനം അന്ന് പിന്നീട് ആൽപ്പാട്ട് പിതാവ് പിന്നീടാണ് തന്നത്. ഇങ്ങനെ കഴിഞ്ഞപ്പോൾ വീട്ടിൽ അന്ന് മുതൽ കളിയിൽ ഈ ചിരട്ടയിൽ നൂല് കെട്ടി ധൂപ് കുറ്റിയാക്കുകയും പപ്പക്കായുടെ തണ്ടിൽ വെള്ളമൊഴിച്ച് ആളുകൾ തെളിക്കലൊക്കെ അതൊക്കെ ഒരു കൊച്ചു കാലത്തെ ഒരു ഹോബിയാക്കി അതിൽ ചിരട്ട അങ്ങനെയൊക്കെ കളിച്ചിരുന്നു. എന്താണെന്നൊന്നും അറിഞ്ഞിട്ടൊന്നും അല്ല ഞാൻ കളിച്ചത്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ അച്ഛന്മാരോട് ഒരു താല്പര്യം വന്നു. എങ്ങനെ വന്നു എന്ന് നോക്കിയാൽ എനിക്കറിയില്ല. വീട് ഒരു പാരമ്പര്യമില്ല. അങ്ങനെ ഞങ്ങൾ കുർബാനയ്ക്ക് കൂടാൻ പോയി. അന്ന് കുർബാനയ്ക്ക് കൂടുമെന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല. അന്ന് സുറിയാനിയാണ്. എങ്ങനെയോ ഒരു വിധത്തിൽ അന്നത്തെ സുറിയാനി പ്രാർത്ഥനകളൊക്കെ കാണാപ്പാഠം പഠിച്ചാലേ കയറ്റുള്ളൂ. ആ വെക്കേഷന് ഞാൻ മുഴുവൻ കാണാപ്പാഠം പഠിച്ചു എന്നാണ് പറയുന്നത്. ഏതായാലും കയറി തുടങ്ങി. അന്ന് ആദ്യത്തിൽ സുറിയാനിയിലാണ് കുർബാനയ്ക്ക് ഞാൻ കൂടിയത്. പിന്നീട് 1962 കുറച്ച് വ്യത്യാസം വന്നു. 68 വീണ്ടും വന്നു. അപ്പോൾ 1962 കുർബാനക്രമം കുറച്ച് മലയാളത്തിലായി. അന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അന്ന് ഈ കുട്ടിയായിരുന്നുകൊണ്ട് മൈക്കിലൊന്നും പറയാൻ അവിടെ ഒരു മൈക്കാണുള്ളത്. അത് മൈക്കിലൊന്നും പറയാൻ പറ്റില്ല. ഏറ്റവും വലിയ ആഗ്രഹമാണ് മൈക്കിൽ കൂടെ ഒരു വാചകം പറയുന്നത്. പിന്നെ അന്നത്തെ വലിയൊരു ആഗ്രഹമായിരുന്നു
ഏതെങ്കിലും ഒരു ഫോട്ടോ എടുക്കുന്ന അതിൽ നിൽക്കണമെന്ന്. കാരണം സ്റ്റാൻഡിങ് ഫീസ് കൊടുക്കണം, സിറ്റിംഗ് ഫീസ് എന്നാണ് പറയുക. അന്ന് സ്റ്റാൻഡിങ്, അതിന് കാശ് കൊടുത്തോറേ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അതിനും എനിക്ക് പറ്റിയിട്ടില്ല, കാശ് കൊടുക്കാനില്ല. അങ്ങനെ കുർബാനയ്ക്ക് കൊടുക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് കപ്പ്യാർ ഒരു അപ്പാപ്പനെ സഹായിക്കുമായിരുന്നു. അന്ന് ഓസ്തിയൊക്കെ കപ്പ്യാരാണ് വെട്ടി ഉണ്ടാക്കുന്ന, ചുടുന്നതൊക്കെ. ഞങ്ങൾ ഇച്ചിരി നേരം വൈകി കഴിഞ്ഞാൽ കുർബാനയ്ക്ക് കൂടാനാകുമ്പോൾ അവിടെ ചെന്ന് അപ്പാപ്പൻ്റെ പിന്നാലെ നിൽക്കും. അപ്പോൾ അപ്പാപ്പനെ സഹായിച്ചാൽ ചിലപ്പോൾ ഈ ഓസ്തിയുടെ വെട്ടി കഴിയുമ്പോഴത്തെ ബാക്കിയുണ്ടല്ലോ, അതൊക്കെ കിട്ടും. ഇതിന് വേണ്ടിയിട്ടാണ് അവിടെ നിന്നത്. 1-2 ദിവസം അപ്പാപ്പൻ പുട്ട് മേടിച്ച് തന്നത് ഓർക്കുന്നുണ്ട്. ഇങ്ങനെ വളർന്നപ്പോൾ ഞങ്ങൾ എങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 4 പേര് വലിയ കൂട്ടുകാരായി. അതിൽ 3 പേരും ഏകദേശം ഞാൻ വിചാരിച്ചു അവർ അച്ഛന്മാരാകും. എനിക്കതിന് മോഹിക്കാനായിട്ട് സാധിക്കില്ല, എൻ്റെ പശ്ചാത്തലം അതാണ്. എന്നാൽ 10ാം ക്ലാസ്സിലെത്തിയപ്പോഴേക്കും അതിൽ 2 പേര് പറഞ്ഞു അവർ പഠിക്കാൻ വളരെ മിടുക്കന്മാർ. അതിൽ 4 പേരിൽ മിടുക്ക് കുറഞ്ഞ ആൾ ഞാനാണ്. അതിൽ 2 പേര് പറഞ്ഞു അവരാണ് ഞങ്ങൾ നല്ലവരാണ്, എങ്ങനെയല്ല അച്ഛന്മാരാകുമെന്ന് പറഞ്ഞു. അവർ 2 പേര് പറഞ്ഞു ഞങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻജിനീയർ ആകാനെ പോണേ. പിന്നെ മറ്റവൻ എൻ്റെ കൂടെ എന്തായാലും പറഞ്ഞു. അപ്പോൾ വികാരിയച്ഛൻ ജോസഫ് ചാഴൂരാണ്. അപ്പോൾ അച്ഛൻ അന്ന് കൊച്ചച്ഛനാണ്. കൊച്ചച്ഛനായിരിക്കുന്ന അവസരത്തിൽ ചാഴൂരച്ഛൻ അതിൻ്റെ ഇടയിൽ ബാസ്കറ്റ് ബോൾ കളിക്കാൻ മറ്റുള്ള പഠിപ്പിച്ചു. ഇങ്ങനെയൊക്കെ ഉണ്ട്. അച്ഛനെ വളരെ സ്നേഹത്തോടെ ഞങ്ങൾ ഓർക്കുന്നത്. അച്ഛൻ പറഞ്ഞു എല്ലാവരും പോകണ്ടാ, സെമിനാരി പോകണ്ട. അപ്പോൾ മറ്റോ പറഞ്ഞു ഞാനെങ്ങനെയായാലും പോകുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു വരുന്നോ, ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, പറയാൻ ഒരു പേടി. വീട്ടിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഉള്ളിൽ ആഗ്രഹമുണ്ട്, പറയാനൊരു പേടി. 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിരിക്കുമ്പോൾ അപ്പം നിശ്ചയിച്ചു എൻ്റെ ചേട്ടനെ പോലെ ടൈപ്പ് റൈറ്റും ഷോർട്ട് ഹാൻഡും പഠിക്കാനാണ്. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ കുർബാനയ്ക്ക് കൂടുന്നവനാണ്, ഒരാഗ്രഹം ഉള്ളിലുണ്ട്, പറയാൻ പേടി. അപ്പോഴാണ് അച്ഛൻ്റെ ഒരു ചോദ്യം, നീ പോകണമെന്ന്. അപ്പോൾ ഞാൻ സമ്മതിച്ചു. അമ്മയാണെങ്കിൽ ആ ദിവസങ്ങളിൽ ഏകദേശം സ്ഥിരമായി ആശുപത്രിയിലാണ്. അന്ന് ക്യാൻസർ ആണോ എന്ന് അറിഞ്ഞില്ല, സ്ഥിരമായി വയറിന് അസുഖമാണ്, എന്താണെന്ന് അറിയില്ല. സ്ഥിരമായി ക്യാൻസർ എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ അങ്ങനെ അസുഖമായി പലപ്പോഴും ആശുപത്രിയിലാണ്. ഈ അവസരത്തിൽ വീട്ടുകാർ മറ്റുള്ളവരൊക്കെ ആശുപത്രിയായി നിൽക്കുന്നു. ഞാൻ എൻ്റെ ഈ ചോദ്യം എങ്ങനെയാണ് പറയുക? അച്ഛനത് പറഞ്ഞപ്പോൾ സന്തോഷമായി. അന്ന് അവിടെ ചെമ്മാച്ചനായിട്ട് ഇപ്പോഴത്തെ ബെർണാഡ് തട്ടിൽ, ഞങ്ങൾ ബെന്യച്ചൻ എന്നാണ് പറയുക, അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞു അവനോട് പോകണ്ടോ എന്ന് ചോദിക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു ചാടൂരച്ചൻ ഞാൻ പോരാം. അങ്ങനെ ഞങ്ങൾ പള്ളിയിലേക്ക് ദൈവവിളി ക്യാമ്പിന് പോകാനായിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ചെന്ന് നിന്നു. അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂട്ടുകാരനെ കാണാനില്ല. അപ്പോൾ പിന്നെ എങ്ങനെ പോണേ, തന്നെ പോണേ? ഉള്ളിൽ ആഗ്രഹമുണ്ട്, പക്ഷെ കൂട്ടുകാരനില്ലാത്ത കാരണം സെമിനാരിക്ക് പോകാൻ താല്പര്യമില്ല. ഇതായിരുന്നു അന്നത്തെ അവസ്ഥ. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് ഏതായാലും വന്നതല്ലേ, ചെമ്മാച്ചൻ കൊണ്ടുവന്നാക്കും. അങ്ങനെയാണ് ഞാൻ കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ കളിക്കാൻ പോയിരിക്കുക. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇങ്ങനെയാണ് സെമിനാരി പോയത്. ഒരു പശ്ചാത്തലം ഇല്ലാതെ സെമിനാരിയിൽ ചെന്നു. അത് കഴിഞ്ഞ് എന്നെ ഇപ്പോഴും ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ സെമിനാരി പോയി, അധികം താമസിയാതെ എന്നെ സെമിനാരിയിൽ കൊണ്ടുവന്നാക്കി, അധികം താമസിയാതെ അമ്മേനെ ആശുപത്രിയിൽ കൊണ്ടുവന്നാക്കി. 1 കൊല്ലത്തിനുള്ളിൽ അമ്മ മരിക്കുകയും ചെയ്തു. പക്ഷേ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചിട്ടുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന്, കുർബാനയ്ക്ക് കൂടിക്കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ പശ്ചാത്തലത്തേക്ക് അമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ പോയ ഞാൻ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ നേരം വൈകി. അന്ന് പുറപ്പെട്ടു പോകൽ സർവ്വസാധാരണമാണ്. പിള്ളേർ, എൻ്റെ ചേട്ടൻ പോയിട്ടുണ്ട്, പുറപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ ഞാനും പുറപ്പെട്ടു പോയി എന്നും കരുതി വീട്ടുകാർ മുഴുവൻ പേടിച്ചു. അത് കഴിഞ്ഞ് അമ്മ അവിടെ നിന്ന് ഈ പാടത്തു കൂടെ ചൂട്ടും കത്തിച്ച് എന്നെ അന്വേഷിച്ച് ഇറങ്ങിയതാണ്. അങ്ങനെ ചെല്ലുമ്പോഴാണ് ഞാൻ സ്വല്പം മാറി നിന്നാൽ ഒരമ്മയ്ക്കുണ്ടാകുന്ന വേദന അതിപ്പോഴും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. പിന്നീടുള്ളത്, ഞാൻ സെമിനാരിൽ പോയി തിരിച്ചു വന്നപ്പോൾ റെക്ടറച്ചൻ പറഞ്ഞു ഫീസ് കൊടുക്കണം. അപ്പൻ്റെ കയ്യിൽ, അപ്പന് അന്ന് 40 രൂപയാണ് ശമ്പളം. ഒരു ഓയിൽ എഞ്ചിൻ ചാലക്കുടിയിലാണ് ജോലി. ഞങ്ങൾ 7 മക്കളെയും പഠിപ്പിക്കണം. അപ്പോൾ അതിൽ ഒരു ജ്യേഷ്ഠൻ പഠിക്കാൻ ഇച്ചിരി മോശമായിരുന്നു, മറ്റു ചേട്ടന്മാരൊക്കെ ഒരുവിധമൊക്കെ നന്നായി പഠിച്ചിട്ടുണ്ട്. ഞാനും അന്നത്തെ സ്റ്റാൻഡേർഡിൽ വലിയ കുഴപ്പമില്ല. ഇന്നത്തെ സ്റ്റാൻഡേർഡിലൊക്കെ ഡിസ്റ്റിങ്ഷനാണ്. അന്ന് 300-ന് മീതെ മാർക്ക് കിട്ടിയാൽ വലിയ മാർക്കാണ്. ഞങ്ങളുടെ സ്കൂളിൽ അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ പോയി വന്നപ്പോൾ അപ്പനോട് പറഞ്ഞു റെക്ടറച്ചൻ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ പൈസ കൊണ്ടുപോകണം. അപ്പോൾ പള്ളിയിൽ എൻ്റെ അപ്പം പറയുക നീ അവിടെ മുട്ടുകുത്തു. പള്ളിയുടെ വരാന്തയിൽ ഞാൻ മുട്ടുകുത്തി.
എൻ്റെ അപ്പൻ തലയിൽ കൈ വെച്ചിട്ട് പറഞ്ഞു, ഈശോയുടെ തിരുഹൃദയം നിന്നെ അനുഗ്രഹിക്കുന്നു, നീ ഇപ്പോൾ ചെല്ല്, നിനക്ക് ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. അവിടെ ചെന്ന് കയറി വഴിക്ക് റക്ടറച്ച് എന്നെ വിളിച്ചു. ആൻ്റണി മാളിയേക്കലാണ്, ഒരു വിശുദ്ധനായ വൈദികനാണ്. ആൻ്റണി മാളിയേക്കൽ വെച്ച് പറഞ്ഞു, നീ നിൻ്റെ പഠനത്തെക്കുറിച്ച് പേടിക്കണ്ട, നിനക്കൊരു ബെനഫാക്ടറുണ്ട്, നീ അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എന്ന് വെച്ചാൽ അപ്പൻ തലയിൽ കൈവച്ച് തിരുഹൃദയം നിന്നെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു വിട്ടിട്ട് പിന്നീട് ഒരിക്കലും എൻ്റെ പഠനത്തെക്കുറിച്ച് എനിക്ക് ഒരിക്കലും ഒരു ആവലാതി ഉണ്ടായിട്ടില്ല. അങ്ങനെ സെമിനാരി വന്നു, ദൈവം വഴി നടത്തുന്നു, ഞാനല്ല. അതുകൊണ്ട് ഞാൻ അച്ഛനായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ മെത്രാനായിട്ടുണ്ടെങ്കിൽ, മെത്രാപ്പോലിത്ത ആയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും എൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ പദ്ധതി, ദൈവം വഴി നടത്തി. ചിലപ്പോഴൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഞാൻ ഇടം തിരിഞ്ഞിട്ടുണ്ടോ എന്ന് ചിലപ്പോഴൊക്കെ ദുഃഖത്തോടെ തോന്നലുണ്ട്. എന്നാലും ഇന്നും ദൈവം വഴി നടത്തുന്നു. പിതാവ് സെമിനാരി ഇവിടെ നമ്മുടെ തോപ്പ് മൈനർ സെമിനാരിയിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പോയത് 1967 10ാം ക്ലാസ് പാസ്സായതും ഉടനെ തന്നെ തോപ്പ് മൈനർ സെമിനാരിയിൽ, മിഷൻ ആശുപത്രിയുടെ അടുത്തുള്ള ലൂർദ് പള്ളിയുടെ അടുത്തുള്ള തോപ്പ് സെമിനാരിയിൽ ചേർന്നത്. അന്ന് എൻ്റെ കൂട്ടുകാരുടെയൊക്കെ നോട്ടത്തിൽ അത്ര കഴിവുള്ള, അല്ലെങ്കിൽ ഇത്തിരി താഴ്ന്ന കുട്ടിയാണ്. കാരണം അവരെന്നെ കളിയാക്കി വിളിക്കുന്നതൊക്കെ നമുക്കറിയാമല്ലോ. എല്ലാം കൊണ്ടും ഇത്തിരി മോശം കുട്ടിയാണ്. മൈനർ സെമിനാരിയിൽ ഒരുപാട് മത്സരങ്ങളൊക്കെ ഉണ്ട് തോപ്പിൽ. ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. അന്ന് മൈനർ സെമിനാരിയിൽ ഞാൻ മറ്റുള്ളവർ കിട്ടാൻ വേണ്ടി എല്ലാ മത്സരത്തിലും പങ്കെടുക്കും. ദൈവം തമ്മിൽ സഹായിച്ച് ഇത് ഒരെണ്ണത്തിൽ സമ്മാനം കിട്ടിയിട്ടില്ല. ആകെ കൂടി ഒരു കോമിക്ക് കാണിച്ചതിലാണ്, കപ്പ്യാരുടെ റോള് കാണിച്ചതാണ് എനിക്കൊരു കയ്യടി കിട്ടിയത്. അവർ പറഞ്ഞു ഒറിജിനൽ കപ്പ്യാർ പോലെ തോന്നണേന്ന്. മോണോ ആക്ട് വിദഗ്ധനല്ല, അത് അന്ന് ബോധമില്ലാത്തത് പോലെ. അതിന് റക്ടറച്ചൻ്റെ കുറ്റപ്പെടുത്തലും ആ ചെയ്തതിന് കുറ്റപ്പെടുത്തലും കിട്ടും. പക്ഷെ ആളുകൾ കൈയടിച്ചു. ഞാനന്ന് എല്ലാ പ്രസംഗത്തിൽ, കവിത, പിന്നെ നാടകെഴുത്ത്, ഇതിനൊക്കെ മത്സരിച്ചിട്ടുണ്ട്. ഒന്നിനും സമ്മാനം കിട്ടിയിട്ടില്ല. പക്ഷേ അന്ന് ഇതിന് തുടങ്ങിയ ആഗ്രഹങ്ങളുണ്ട്. അങ്ങനെ എല്ലാ പ്രസംഗത്തിലും മത്സരിച്ചിട്ട് എനിക്ക് അവസാനം ഒരു സമ്മാനം ആദ്യമായിട്ട് കിട്ടിയത് മേജർ സെമിനാരി ചെന്ന് അവിടുത്തെ സെക്കൻഡ് ഇയറിലാണ് ഒരു സമ്മാനം ആദ്യമായിട്ട്. ഇങ്ങനെ മത്സരത്തിൽ പങ്കെടുത്തതിന് സമ്മാനം കിട്ടിയത് ആദ്യമായിട്ട് മേജർ സെമിനാരിൽ ഉണ്ടാകുന്നുണ്ട്. ബാക്കി മത്സരത്തിൽ പങ്കെടുക്കും, പക്ഷെ ഒന്നിലും വിജയിച്ചിട്ടില്ല, സമ്മാനം കിട്ടിയിട്ടില്ല. പിന്നെ എല്ലാവരുടെ കൂട്ടത്തിൽ നിൽക്കും. ആലുവയിൽ നിന്ന് മൈനർ സെമിനാരി തോപ്പിലത്തെ 3 വർഷം കഴിഞ്ഞപ്പോൾ +2 കോളേജിൽ പോയി പഠിച്ചു. സെൻറ്റ് തോമസ് കോളേജിലാണ് ഞങ്ങൾ അന്ന് പ്രീ ഡിഗ്രിയാണ്. പ്രീ ഡിഗ്രിക്ക് അന്നത്തെ ചിന്ത അനുസരിച്ച് സയൻസ് ഗ്രൂപ്പ് പഠിച്ചാൽ എല്ലാവരും തോൽക്കും. അതുകൊണ്ട് എല്ലാവർക്കും 3rd ഗ്രൂപ്പ് പഠിക്കലാണ് ആഗ്രഹം. കാരണം എൻ്റെ സീനിയർ ബാച്ചാണ് ആദ്യമായിട്ട് പോയത്. അവർ സയൻസ് ഗ്രൂപ്പ് പഠിച്ചവരൊക്കെ തോൽവിയാണ് കണ്ടത്. സെമിനാരിയിൽ നിന്ന് പോയവരൊക്കെ തോൽക്കുന്ന രീതിയിലാണ് കണ്ടത്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തോമസ് മൂത്തേരനാണ് അവിടെ സെൻറ്റ് തോമസ് കോളേജിൻ്റെ പ്രിൻസിപ്പാൾ. എന്നെ ഇങ്ങനെ കണ്ട്, നീ എവിടെയാണ് ചേരണേ? ഞാൻ പറഞ്ഞു എനിക്ക് 3rd ഗ്രൂപ്പ് മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അച്ഛൻ എൻ്റെ മാർക്ക് ലിസ്റ്റ് നോക്കി, ആകെ കൂടി കുറച്ച് മാർക്കുള്ളത് കണക്കിലാണ്. നോക്കി കഴിഞ്ഞിട്ട് നീ ഫസ്റ്റ് ഗ്രൂപ്പിൽ തീർന്നു. അങ്ങനെ ഫസ്റ്റ് ഗ്രൂപ്പിൽ ഈ 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടിയില്ലെങ്കിലും +2 അങ്ങനെ ഫസ്റ്റ് ക്ലാസ് കിട്ടി. അങ്ങനെ കോളേജിൽ പഠിച്ചു. അപ്പോൾ മറ്റു കൂട്ടുകാരോടുകൂടെ ഒരു സാധാരണ പയ്യൻ, വേറെ എനിക്കൊന്നും പറയാനില്ല. അവിടെ നിന്ന് 1970 സെമിനാരി റക്ടർ എന്നെ ആലുവ സെമിനാരിയിലേക്കാണ് പറഞ്ഞയച്ചത്. 3 വർഷത്തെ ഫിലോസഫി കോഴ്സ് കർമ്മൽഗിരി സെമിനാരിയിലാണ്. അവിടെ സ്പാനിഷ് അച്ഛന്മാരാണ് റക്ടറും പ്രധാനപ്പെട്ട അച്ഛന്മാരൊക്കെ. 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രധാനമായിട്ട് അപ്പോഴേക്കും എന്നെ അവരറിയപ്പെട്ട് 2 ഓഫീസാണ് എനിക്ക് കിട്ടിയത്. ഒന്ന് പ്രേക്ഷിത കേരളം നാസികയിലെ ഒരു എഡിറ്റോറിയൽ ബോർഡിൽ ഒരു മെമ്പർ, അതിങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണ്. അതിൽ പ്രത്യേകിച്ചും അഡ്വർടൈസ്മെൻറ്റിൻ്റെ വിഭാഗം, പരസ്യം പിടിക്കലാണ്. തൃശ്ശൂർക്കാരനായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തൃശ്ശൂർ വന്ന് പരസ്യം പിടിക്കലാണ് എൻ്റെ ഉത്തരവാദിത്വം. എഡിറ്റർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ പലയിടത്തും പരസ്യം പിടിക്കൽ. പിന്നെ ഒന്നുള്ളത്, എന്നെ ബാസ്കറ്റ് ബോൾ ടീമിലെടുത്തു. അവിടെ ഒരു സ്പാനിഷ് അച്ഛനായിരുന്നു അന്നത്തെ ഈ മറ്റേ സ്പോർട്സിൻ്റെ ആൾ. എന്നെ വിളിച്ചു. ആദ്യമായപ്പോഴേക്കും പിന്നെ എന്നെ അറിയപ്പെട്ടത് ഒരു കളിക്കാരനായിട്ടാണ്.
അവിടെ വെച്ച് തേർഡ് ഇയർ ആയപ്പോഴേക്കും ടീം ക്യാപ്റ്റനായി. അങ്ങനെ സെമിനാരിയിൽ ഞാൻ അറിയപ്പെട്ടിരുന്നത് പ്രധാനമായിട്ടും ബാസ്കറ്റ്ബോൾ കളിക്കാരനാണ്. എനിക്ക് തോന്നുന്നു പിതാവ് നേരത്തെ സൂചിപ്പിച്ച പോലെ പിതാവിൻ്റെ ആഗ്രഹങ്ങൾക്കൊപ്പം ഉയരാനുള്ള ഒരു അധ്വാനം പിതാവ് ചെലുത്തിയിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. പലതും വിജയിക്കാത്ത ആഗ്രഹങ്ങൾ അധ്വാനം അല്ല, അത് എപ്പോഴെങ്കിലും ഒക്കെ ഇപ്പം അത് പിതാവിന് ഉപയോഗപ്പെട്ട് കാണണം. എന്നും നമ്മൾ അധ്വാനം പാഴായി പോവില്ലല്ലോ പിതാവെ. ദൈവം വഴി നടത്തുമ്പോൾ ഒരു അധ്വാനവും പാഴായി പോവില്ല. ഇല്ല. അന്ന് ഡൊമിനിക് എന്ന് പറഞ്ഞ റക്ടച്ചൻ തന്നെയാണ് ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ്റെ ഓൾ കേരള പ്രസിഡൻ്റായിരുന്നു. സ്പാനിഷുകാരനാണ് അദ്ദേഹം. ഇൻട്രസ്റ്റ് എടുത്തിട്ട് ഞങ്ങളെ അത് കർമ്മൽഗിരി സെമിനാരിയിൽ ഫിലോസഫി കാലഘട്ടത്തിലും പിന്നീട് മംഗലപ്പുഴ സെമിനാരിയിലെ തിയോളജി കാലഘട്ടത്തിലും അതിൽ എന്നും പിന്നെ സെക്കൻഡ് ഇയർ മുതൽ ഞാൻ സെമിനാരി ടീമിലുണ്ടായിരുന്നു. 2 പ്രാവശ്യം ക്യാപ്റ്റനായി. അതുകൊണ്ട് പല ഇൻ്റർ കോളേജിയറ്റ് മത്സരങ്ങൾക്ക് സെമിനാരി അനുവദിക്കുമായിരുന്നു. അതിൽ ഫിലോസഫി തേർഡ് ഇയറിൽ ഞങ്ങൾക്ക് ഞാൻ ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ അവിടെ കോതമംഗലത്തെ കോളേജിൽ നിന്ന് ഞങ്ങൾക്ക് ട്രോഫിയും കിട്ടിയിട്ടുണ്ട്. മിക്കവാറും സമയത്തും ഈ റണ്ണേഴ്സ് അപ്പ് ആവും, അത് എത്തിയിട്ടുണ്ട്. പിന്നെ യു സി കോളേജിൽ മത്സരങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പല കോളേജുകളിൽ നിന്ന് സെമിനാരിയിൽ വന്ന് കളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് പിതാവിൽ ഇന്നും ഞങ്ങൾ കാണുന്നുണ്ട്. കാരണം എപ്പോഴും ഒരു സുഗമമായ പാതയിലായിരിക്കില്ലല്ലോ. കളിയാണെങ്കിലും നമ്മളുടെ ഒരു ഭരണമാണെങ്കിലും ആത്മീയ മേഖലയിലാണെങ്കിലും എനിക്ക് തോന്നുന്നു മെത്രാപ്പോലിത്ത എന്ന നിലയിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു പിതാവ് ഒരു നല്ല ഫൈറ്ററായിട്ട് അതൊക്കെ തരണം ചെയ്യുന്നത് ഈ സ്പോർട്സിലുള്ള പിതാവിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, ആ ഒരു സ്പിരിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പിതാവിന് ഇന്ന് സാധിക്കുന്നുണ്ടെന്ന് ഞങ്ങളുടെ ഒരു തോന്നലാണ്. സ്പോർട്സ്മാൻ സ്പിരിറ്റ് എല്ലാ മനുഷ്യർക്കും ആവശ്യമാണ്. കാരണം ഒന്ന്, ജീവിതത്തിൽ കളിയിൽ ജയിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും. 2, തനിച്ചല്ല ടീമായിട്ട് കളിക്കണം, തീർച്ചയായും, എന്നാലേ വിജയിക്കൂ. 3, കളിയിൽ തോൽവി പതിവാണ്, എന്നാലും അടുത്ത കളിക്ക് ഒരുങ്ങണം. ഇതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാനിതിൽ പരിശ്രമിക്കുന്നുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ആ ഒരു മെസ്സേജ് സെമിനാരിയിൽ പഠിക്കുന്ന ഇപ്പോഴത്തെ വൈദിക വിദ്യാർത്ഥികൾക്കും ഇതിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്നത് വെറുതെ ഒരു ഫിസിക്കൽ എക്സേഷനോ ഒരു എനർജി ഡിസിപ്പേഷനോ അല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ എല്ലാ സ്വഭാവത്തെയും അത് സ്വാധീനിക്കും എന്നുള്ള ഒരു മെസ്സേജ് എനിക്ക് തോന്നുന്നു പിതാവിൻ്റെ ജീവിതത്തിൽ നിന്ന് കണ്ടുപഠിക്കേണ്ടത്. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ 3 കാര്യങ്ങൾ, വിജയിക്കണമെന്നുള്ള ആഗ്രഹം, ടീമായിട്ട് കളിക്കണമെന്നുള്ള ആഗ്രഹം, തോറ്റാലും അത് നിരാശപ്പെടാതെ മുന്നോട്ട് പോകണം എന്നുള്ള. ഞാൻ സെമിനാരിലായിരിക്കുമ്പോൾ ഒത്തിരി പ്രോത്സാഹനം. കാരണം ഞാൻ ഒരുപാട് ചാടുമായിരുന്നു ജീവിതത്തിൽ. ചാട്ടം എപ്പോഴും നല്ലതല്ല, എന്നാലും ചിലപ്പോഴൊക്കെ നല്ലതാണ്. ബാസ്കറ്റ്ബോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാട്ടം, അതിന് ഒരു ആകർഷണമുണ്ട്, അത് ഇല്ലയെന്ന് പറയും. പിന്നെ കൂടുതൽ പോക്കറ്റ് ഇടുമായിരുന്നു. അതേ സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുന്ന 2 കാര്യങ്ങളാണ്. എല്ലാവരും കൂടിയാണ് കളിക്കേണ്ടത്. അപ്പോൾ ക്യാപ്റ്റൻ എന്ന നിലയിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തൊരു കാര്യം, ഈ കളികൾ നമ്മുടെ ദൈവവിളിയിലെ പൗരോഹിത്യ ജീവിതത്തിലെ മറ്റു കാര്യങ്ങളെ, പ്രധാനപ്പെട്ട കാര്യങ്ങളെ മാറ്റിവെക്കാനുള്ളതല്ല. ഉദാഹരണത്തിന് ക്യാപ്റ്റനായിരുന്നപ്പോൾ എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങൾ ക്ഷീണിച്ചിട്ടാണ് വരുന്നത്, പക്ഷെ നാളെ രാവിലെ ആദ്യം നിങ്ങളായിരിക്കണം പള്ളിയിലെത്തുക. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്പെഷ്യൽ ഫുഡൊക്കെ കിട്ടുമായിരുന്നു. ആദ്യം പള്ളിയിലെത്തണം. ഞങ്ങൾ ബാസ്കറ്റ്ബോൾ കളിച്ചൊരു മിക്കവാറും ഞങ്ങൾ തന്നെയാണ് പഠനത്തിലും ഒരുവിധമൊക്കെ ഏറ്റവും മുൻനിരയിൽ നിന്നിരുന്നവർ. അത് ആവശ്യമാണ്. കാരണം കളി മാത്രമല്ല, ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് പ്രയോറിറ്റിക്ക് തന്നെ വേണ്ടി വരും. നമ്മുടെ പരിശീലനം പൗരോഹിത്യ പരിശീലനമാണ്. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതിനനുസരിച്ച് മുന്നോട്ട് പോയി. ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്, ഒരു സെമിനാരി വിദ്യാർത്ഥിക്ക് വേണ്ടത് 3 H ആണ് ഇംഗ്ലീഷ് അക്ഷരയിൽ. ഹോളിനെസ്, ഹെഡ് എന്ന് പറഞ്ഞാൽ ബുദ്ധി, ശക്തി, ആൻഡ് ഹെൽത്ത് എന്നുള്ളത്. ഇതിന് പിതാവിന് എനിക്ക് തോന്നി ഇത് 3ഉം പിതാവ് ആഴപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആത്മീയതയിൽ ആഴപ്പെട്ട് പോയിരിക്കുന്ന ഒരു വ്യക്തി. ബൗദ്ധികമായി, ബുദ്ധിപരമായി പിതാവ് എപ്പോഴും വലിയ വായനയും അതിന് സമയം കണ്ടെത്താറുണ്ട്, പഠനത്തിനും സമയം കണ്ടെത്താറുണ്ട്. കാനൺ ലോ ഒക്കെ പിതാവിനെ കാണാതെ അറിയാമെന്നുള്ളത്. ഈ പരിശീലനം സെമിനാരിയിൽ നിന്ന് തന്നെ തുടങ്ങിയതാണ് പിതാവ്. ഈ പഠിക്കാനും ആത്മീയതയിൽ ഉറച്ചു നിന്നുകൊണ്ട് മറ്റ് കാര്യങ്ങളിൽ ഇടപെടാനും ഉള്ളത്. ഈ പുരോഹിതനായിരിക്കുന്നത് 2 കാര്യത്തിനാണ്. മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ
13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം തനിക്ക് ഇഷ്ടപ്പെട്ടവരെ വിളിച്ച്, യോഹന്നാൻ സുവിശേഷം 15:14 കാണുന്നതുപോലെ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തുവെന്ന് ദൈവം വിളിക്കുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, കൂടെ ആയിരിക്കാൻ. 2, ഐക്യപ്പെടാൻ. കൂടെ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ശിഷ്യനാകുക, ഗുരുവിൻ്റെ ശിഷ്യനാകലാണ്. ഐക്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീഹയാകുക. അതാണ് ശിഷ്യനും സ്ലീഹയും തമ്മിലുള്ള വ്യത്യാസം. ഇന്ന് ചുരുക്കം ചിലരെങ്കിലും സ്ലീഹയാകാൻ, ശിഷ്യരാകാതെ സ്ലീഹയാകാനുള്ള ശ്രമമുണ്ട്. ഒരുപാട് പ്രവർത്തനങ്ങൾ, അത് ബുദ്ധി കൊണ്ടുള്ള പ്രവർത്തനം, പിന്നെ ഹെൽത്ത് കൊണ്ടുള്ള പ്രവർത്തനം, ആക്ടിവിസം. ഈ ആക്ടിവിസത്തിൽ ഉള്ള പരാജയം കൂടെ ആയിരിക്കാതെ, ശിഷ്യനാകാതെ സ്ലീഹയാകലാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞൊക്കെ ഒറ്റ കാര്യങ്ങൾ കൊണ്ട് പരാജയപ്പെടും, കർത്താവിൻ്റെ കൂടെ ശിഷ്യനാകാതെ. ഉദാഹരണത്തിന്, ഇരുമ്പയിര് കാന്തത്തിൻ്റെ കൂടെ വെച്ച് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ അത് കാന്തമാവും. ഒരു പച്ച മനുഷ്യനായിട്ട് സാധാരണ വീട്ടിൽ ജനിച്ച ഞാൻ പുരോഹിതനാകണമെങ്കിൽ യേശുവാകുന്ന കാന്തത്തിൻ്റെ കൂടെ ഇരിക്കണം, എന്നും ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഈ ശിഷ്യത്വവും സ്ലീഹത്വവും തമ്മിൽ എപ്പോഴും യോജിച്ച് പോകണം. ശിഷ്യനാകാതെ സ്ലീഹയാകാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഈ അവസരത്തിൽ ഇതെല്ലാം ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് ദൈവം വഴി നടത്തുന്നു. ദൈവത്തിൻ്റെ പദ്ധതി അനുധാവനം ചെയ്യുമ്പോൾ ദൈവം അയക്കുന്നിടത്തേക്ക് പോകണം. അതുകൊണ്ട് ഈ സ്പോർട്സ്മാൻഷിപ്പിലാണ് പറഞ്ഞത്, എച്ച് 3 H എന്നാ പറഞ്ഞല്ലേ, എന്തൊക്കെയാണ് പറഞ്ഞത്? ഹോളിനെസ്, ഹെൽത്ത്. ഈ 3 കാര്യത്തിനും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തുമാത്രമുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് ശ്രമിക്കുന്നു എന്ന് പറയാനേ പറ്റുള്ളൂ. എങ്കിലും ബോധ്യമുണ്ട്, വിശുദ്ധി ഇല്ലെങ്കിൽ വൈദികനാകാൻ പറ്റരുത്. അതുപോലെ തന്നെ ജനത്തെ നയിക്കണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന അത്യാവശ്യം റീസൺ. അതുകൊണ്ട് ഫെയ്ത്ത് മാത്രം പോരാ, റീസണും നമുക്ക് ആവശ്യമാണ്. അതിനാവശ്യമായിട്ടുള്ള ആരോഗ്യം ഉണ്ടാകണം. എനിക്ക് നല്ല ആരോഗ്യവാനാണെന്ന് ചോദിച്ചാൽ അന്ന് കളിക്കുന്ന കാലഘട്ടത്തിലൊക്കെ നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഇവിടെ വന്ന് അച്ഛനായിട്ടും കുറേ നാളൊക്കെ ഈ അരമനയിലായിരുന്നപ്പോൾ 1995 വരെ ഞാൻ കളിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ റോമിൽ പോയപ്പോൾ എനിക്ക് കളിക്കാൻ പറ്റിയിട്ടില്ല. പിന്നീട് ഇവിടുന്ന് മാറി പള്ളിയിലേക്ക് പോയപ്പോൾ പിന്നെ കളിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ജനങ്ങളോട് കൂടിയുള്ള കളികൾ തന്നെയാണ്. നിങ്ങളുടെ വിശ്വാസം മൂടി വയ്ക്കാനുള്ളതല്ല, അത് പരസ്യമായി പ്രഖ്യാപിക്കാനുള്ളതാണ്, സമൂഹമായി പ്രഖ്യാപിക്കാനുള്ളതാണ്, അതിരൂപത സഭാ നേതൃത്വവുമായി പ്രഖ്യാപിക്കാനുള്ളതാണ്. അതാണ് ഇവിടെ പ്രകടമായത്. ഇവിടെയാണ് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, ഇവിടുത്തെ വളർച്ചയ്ക്ക് വേണ്ടി, ഇവിടെ സമാധാനപരമായി ജീവിക്കാൻ വേണ്ടി ഇതാ ഞങ്ങൾ ധാർമ്മിക സമരത്തില് ആരോടും പ്രതികാര മനോഭാവമില്ലാതെ യേശുവിന്റെ സദൃശ്യത്തിന്റെ മനോഭാവത്തോടെ ഈ നാടിനു വേണ്ടി വാദിക്കാൻ ഞങ്ങൾ ഇവിടെ ഒന്നിച്ചു ചേർന്നിരിക്കുന്നു.